ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷി ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ വിട്ടു കൊടുക്കില്ല എന്നുള്ള ഒരു കാര്യം തുളസിക്ക് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് തുളസി ആ വീട് ഒഴിയാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്, വേറെ വാടക വീട്ടിലേക്ക് പോകാനായിട്ടും. അതിന് മുമ്പായിട്ട് അവസാനമായി ചന്ദ്രമോഹൻ എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് തുളസീധരൻ പറയുന്ന ഭീഷണിയുടെ സ്വരത്തിൽ, അതായത് നിങ്ങളീ വന്ന് കുഞ്ഞിനെ ഏറ്റെടുത്തില്ലെങ്കിൽ, അതായത് കുറച്ച് ദിവസത്തിനകം കുഞ്ഞിനെ കൊണ്ടുപോയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതിനെ കൊന്നുകളയുമെന്നൊക്കെ. ഇത് കേട്ട് ചന്ദ്രമോഹനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. ആ നിമിഷം തന്നെ തുളസി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് വേഗം തന്നെ ചന്ദ്രമോഹൻ ആ കാര്യം അറിയിക്കാനായിട്ട് പ്രതാപനെ വിളിക്കുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ വിഷമിച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ ചന്ദ്രമോഹനോട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഒഴിവാക്കിയേ മതിയാവുള്ളൂ. എന്തൊക്കെയാ സാറേ ഈ പറയുന്നത്? ഇതേ നോക്ക്, തുളസിയേട്ടൻ ആ കുഞ്ഞിനെ കൊല്ലാൻ പോലും മടിക്കില്ല എന്നാണ് പറയുന്നത്. എനിക്കെന്തോ പേടിയാവും, എത്രയും പെട്ടെന്ന് ആരെ കൊണ്ടെങ്കിലും ഏറ്റെടുക്കാനാണ് പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ പ്രതാപനാണെങ്കിൽ ഒന്നും പറയുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് അയാളും പറയുന്നു. പിന്നീട് അവരാണെങ്കിൽ പുതിയ വാടക വീട്ടിലേക്ക് എത്തുകയാണ്. കുഞ്ഞും മീനാക്ഷിയും ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങുമ്പോഴേക്കും തുളസി പറയുന്നുണ്ട്, ഇതേ നോക്ക്, ഒരുപാട് നേരം ഇവിടെ നിന്ന് നൃത്തം കളിക്കാതെ ആ സാധനവുമായിട്ട് അകത്തേക്ക് പോകാൻ നോക്കുന്നത്. ഇത് കേട്ട് മീനാക്ഷിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അതവൾ പുറത്ത് കാണിക്കാതെ അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ആ കുഞ്ഞിങ്ങനെ കരയുന്നത് കാണും. തുളസിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്തെങ്കിലും കൊടുത്ത് ഇതിൻ്റെ കരച്ചിലൊന്ന് നിർത്ത്, വല്ലാത്തൊരു ശല്യം തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അയാളാണെങ്കിൽ പുറത്തേക്ക് പോകുന്നു. ഇതിൻ്റെ പ്രസന്നയോട് പറയുകയാണ്, അധികമൊന്നും ആ റൂമിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് നിൻ്റെ മകളോട് പറഞ്ഞേക്കണമെന്ന്. അങ്ങനെ അതൊക്കെ തന്നെ മീനാക്ഷി കേൾക്കുന്നുണ്ട്. അവളാണെങ്കിൽ വലിയ കാര്യത്തിലെടുക്കുന്നില്ല താൻ. പിന്നീട് തുളസി പറഞ്ഞിരിക്കുന്നത് കല്യാണം കഴിക്കാത്ത രണ്ട് പെൺകുട്ടികളെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ അയൽക്കാർ പുതിയ താമസക്കാരെ കാണാനായിട്ട് എത്തുന്നുണ്ട്. എന്നിട്ട് തുളസിയെയും പ്രസന്നയെയും ഞെട്ടിച്ചുകൊണ്ട് ചോദിക്കുക, നിങ്ങൾ പറഞ്ഞത് കല്യാണം കഴിക്കാത്ത കുട്ടികളാണെന്നാണല്ലോ, പക്ഷേ കൈക്കുഞ്ഞുമായിട്ട് ഒരു പെൺകുട്ടി ഇറങ്ങി വരുന്നത് കണ്ടു. അങ്ങനെ ആ ഒരു ചോദ്യം കേട്ടിട്ട് തുളസിയും പ്രസന്നയും ആകെ ഉത്തരമില്ലാതെ അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും കാത്തിരിക്കുന്ന നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട് ബൈ.